വി.ഡി. സതീശനും ചെന്നിത്തലയ്ക്കും അവസാന താക്കീത് നൽകി പ്രിയങ്ക ഗാന്ധി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഏറ്റുവാങ്ങിയ പരാജയങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ കേരളത്തിൽ അത് സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി പ്രിയങ്ക കേരള തിരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങുകയാണ്. കേരളത്തിലെ ഒരു MP എന്ന നിലയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം പ്രിയങ്ക നടത്തുന്നത്. പ്രതിപക്ഷ നേതാവായ സതീഷിന് മുന്നിൽ 2 ആഴ്ച സമയം മാത്രമാണ് ആകെയുള്ളത്. ഈ 2 ആഴ്ച കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ പ്രതിപക്ഷമായ UDFന് സാധിച്ചാൽ പിണറായി 3.0 എന്നത് CPMന്റെ വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനിയും 1 കൊല്ലത്തിന് മുകളിൽ സമയം ബാക്കി കിടക്കുകയാണ്. എങ്കിൽ പോലും CPM അതിന്റെ PR വർക്കുകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കളിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ ഒരു 1.5 തുറുപ്പുചീട്ടുണ്ട്. അത് വയനാടിന്റെ ദുരിതം മുതൽ ആശമാരുടെ പൊങ്കാല വരെ നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഇത് മാർച്ച് മാസമാണെന്നുള്ളതും ഈ മാസം കഴിയാൻ ഇനി ആകെ 2 ആഴ്ച മാത്രമേ സമയം ബാക്കിയുള്ളൂ എന്നതുമാണ് ഇവിടത്തെ തുറുപ്പുചീട്ട്. നമ്മുടെ എക്കാലത്തെയും കണക്കനുസരിച്ച് മാർച്ച് എന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്. എന്നാൽ ഇവിടെ ഈ മാസം അവസാനിക്കാൻ വെറും 2 ആഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെയൊന്നും ഒരക്ഷരം മിണ്ടാനില്ലാതെ പിണറായി ആറ്റുകാൽ പൊങ്കാല മനോഹരമായി നടന്നല്ലോ, അതു മതി, കുറച്ച് ദിവസത്തേക്കുള്ളതായി എന്ന മട്ടിൽ ഇരിപ്പാണ്. സഭയിലാണെങ്കിൽ ലഹരി ചർച്ചയും മാത്രം. കാരണം അഫാൻ, ഷഹബാസ് തുടങ്ങി കേരളം ഞെട്ടിവിറച്ച പലതും സംഭവിച്ചത് കൊണ്ട് തന്നെ കേരള സർക്കാർ സാമ്പത്തിക വർഷം പൂർത്തിയാക്കാൻ 2 മാസം ബാക്കിയുള്ളപ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യമൊക്കെ മൂടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ ഉണരേണ്ടത്, ഒപ്പം യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടമൊക്കെ. കാരണം ദിനം പ്രതി സഭ കത്തിക്കുകയാണല്ലോ. ഇവിടെ സാമ്പത്തിക വർഷം തീരാനിരിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് എന്ത് നൽകിയെന്ന് ചോദിക്കണം. എന്തൊക്കെയോ കേട്ടുകേൾവിയില്ലാത്ത വിചിത്ര സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അത് മാത്രം കേട്ട് മരവിച്ച കേരള ജനതയെ ഉണർത്തണം. അതുവഴി വേണം അവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മുമ്പിൽ വിലപ്പെട്ട 2 ആഴ്ച സമയമുണ്ട് എന്ന് പറയാൻ കാരണം. കൃത്യമായി പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതി ഇനത്തിൽ ചെലവിട്ടത് പകുതി മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകളിൽ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തനെ ഇടിയാൻ കാരണം. ഖജനാവ് കാലിയാണ് എന്നതാണല്ലോ CPMന്റെ എപ്പോഴത്തെയും മുദ്രാവാക്യം. എന്നാൽ സർക്കാരിന്റെ ചെലവിലാകട്ടെ ഒരു കുറവുമില്ല. കഴിഞ്ഞ വർഷം പാസാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചെലവ് ഉയരുകയാണ്. ഒന്നോർക്കണം, ഈ മാസം മാത്രം 25,000 കോടി രൂപയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. പക്ഷേ ഒന്നും നൽകിയിട്ടില്ല. തദ്ദേശ പദ്ധതികൾ 45%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം അധിക കടമെടുപ്പിന് കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയിട്ടില്ലാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് സർക്കാർ. മാത്രവുമല്ല, ട്രഷറി കാലിയാണ് എന്നും പ്രത്യേകം ഓർക്കണം. ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന് കരുതുന്നെങ്കിലും അധികം തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയില്ലെങ്കിൽ മാസാവസാനം പിടിച്ചു നിൽക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയില്ല. ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏക പ്രതീക്ഷ. ഇവിടങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. ആ കടമയിലേക്ക് സതീശനും ചെന്നിത്തലയും മാങ്കൂട്ടവും കുഴൽനാടനുമൊക്കെ എത്രയും പെട്ടെന്ന് എത്തിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഇതുകൂടി മുന്നിൽ കണ്ടാണ് പ്രിയങ്ക 2 നേതാക്കൾക്കും താക്കീത് നൽകുന്നത്.